ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഭാരത് ടൗൺഷിപ്പ് പ്രോജക്ട് കരസ്ഥമാക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനീസിനും ഹാർദവമായ സ്വാഗതം. ഇത് എത്ര വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന പ്രസന്റേഷനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രോജക്റ്റ് ആർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ നിങ്ങളുടെ പ്രസന്റേഷനെ ജഡ്ജ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് മത്സരത്തിന്റെ തീവ്രതയും കൂടും. ആരുടെ പ്രസന്റേഷനാണ് ദി ബെസ്റ്റ് എന്നും പ്രോജക്റ്റ് ആർക്കാണ് നൽകേണ്ടതെന്നും ഇവരാണ് തീരുമാനിക്കാൻ പോകുന്നത്. എന്നാ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായി പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ പോകുന്നത് KVR കമ്പനീസ് ആണ്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മേഘനെ, you can do it. Don't worry. അടുത്തതായി മിസ്റ്റർ പ്രവീൺ മാധവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതാണ്. ഈ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ഈ പ്രൊജക്ട് ഒരു നിസ്സാരമായ പ്രൊജക്ട് അല്ല. അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്തവരുടെ കൈകളിലേക്ക് ഒരിക്കലും ഇത് എത്തിച്ചേരാനും പാടില്ല. അനുഭവവും വിദ്യാഭ്യാസവും കഴിവും ബുദ്ധിയുമുള്ളവരുടെ കൈകളിലേക്കാണ് ഈ പ്രൊജക്ട് എത്തിച്ചേരേണ്ടതെന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള ചിലർക്കെങ്കിലും അനുഭവജ്ഞാനം കുറവാണെന്ന് എനിക്കറിയാം. എന്തോ മലമറിക്കാൻ പറ്റുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ് അവരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൈകളിൽ ഈ പ്രൊജക്ട് ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ലെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് കൂടി ഞാൻ താക്കീത് ചെയ്യുന്നു. മാധവ് ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പുതിയൊരു അധ്യായമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അമൂല്യമായ ഒരു ബിൽഡിംഗ് സൊസൈറ്റിക്ക് ഇവിടെ ഞാൻ ഹരിശ്രീ കുറിക്കുകയാണ്. മംഗലാപുരം നഗരത്തിന് തന്നെ മകുടമായി തിളങ്ങി നിൽക്കാൻ പോകുന്ന ഈ കെട്ടിടം മാധവ് ഗ്രൂപ്പ്സ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. മംഗലാപുരം നഗരസഭയ്ക്ക് തന്നെ മകുടമായി മാറാൻ പോകുന്ന ഭാരത് ടൗൺഷിപ്പ് കെട്ടിടം നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ കൈകളിലൂടെ അതിമനോഹരമായി രൂപം പ്രാപിക്കാൻ പോവാണ്. ഇനി ഈ കെട്ടിടത്തിന്റെ രൂപകൽപ്പനയെ കുറിച്ച് ഞാൻ പറയാം. കോംപ്രമൈസ് ഇല്ലാത്ത ക്വാളിറ്റി, സേഫ് ആൻഡ് സെക്യൂരിറ്റി ഗ്യാരണ്ടി, അത്ഭുതകരമായ നിർമ്മാണ വൈദഗ്ധ്യത്തോടെ ആധുനിക സാങ്കേതിക വിദ്യയും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയുള്ള കെട്ടിടമായതുകൊണ്ട് ഈ ട്രിപ്പിൾ ബെഡ്റൂം ഫ്ലാറ്റ്സ് ഒരല്പം വില കൂടുതലാണെങ്കിലും സകല സൗകര്യങ്ങളും ഇതിലുണ്ടാവും. 75% വിസ്താരമായ മൈതാനത്തിനൊപ്പം പാർക്ക്, ജിം, സ്വിമ്മിംഗ് പൂൾ, യോഗ സെന്റർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 75% വിശാലമായ ഗ്രൗണ്ടിനൊപ്പം പാർക്ക്, ജിം, സ്വിമ്മിംഗ് പൂൾ, യോഗ സെന്റർ ഇങ്ങനെ എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടി അത്യാധുനികമായൊരു കെട്ടിടമാണ് ഉയർന്നു പൊങ്ങുന്നത്. കൺസ്ട്രക്ഷൻ ഏത് വിധത്തിലായിരിക്കുമെന്ന് ചോദിച്ചാൽ കോംപ്രമൈസ് ലെവലേശമില്ലാത്ത ക്വാളിറ്റി, സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ഉറപ്പ് 100%. കോംപ്രമൈസ് ഇല്ലാത്ത ക്വാളിറ്റി, സേഫ് ആൻഡ് സെക്യൂരിറ്റി ഗ്യാരണ്ടി. ഒരു വീട് എന്നത് ഓരോ മനുഷ്യരുടെയും വലിയ സ്വപ്നമാണ്. വൗ,
മിസ്റ്റർ പ്രവീൺ മാധവ് പ്രസന്റേഷൻ തകർത്ത് കളഞ്ഞല്ലോ. താങ്ക് യു. പ്രവീൺ മാധവിന്റെ പ്രസന്റേഷൻ നമ്മുടെ പ്രസന്റേഷൻ പോലെ തന്നെയുണ്ടല്ലോ മേഘന. എനിക്കും അതാ ഒന്നും മനസ്സിലാവാത്തത് മിഥുനേട്ടാ. മിഥുൻ, ഇതെങ്ങനെ ഇവിടെ എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്തു, ഈവൻ വിഷ്വൽസ് പോലും? Even I don't know, Manjari. But something went wrong. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഫോർ 10 minutes. ബ്രേക്കിന് ശേഷം അടുത്ത പ്രസന്റേഷൻസ് കാണാം. മാധവ് സാറേ, നിങ്ങളുടെ പ്രസന്റേഷൻ ഒരു സെൻസേഷൻ ആകാൻ സാധ്യതയുണ്ടല്ലോ. നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഇന്നോവേഷൻ എലിവേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രസന്റേഷൻ കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാം മാധവ്. യാ അക്കാര്യത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവില്ല. എക്സ്ക്യൂസ് മീ. എന്താ മിഥുനെ, എന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടോ? നിന്നെ അത് ഞെട്ടിച്ചു കാണുമല്ലോ. അതോ അത് നിന്നെ അടിമുടി ഉലച്ചു കളഞ്ഞോ? പ്രവീൺ മാധവ് എന്ന നീ വെറും 4ാം കിട ചെറ്റയാണെന്ന് വീണ്ടും പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മിഥുൻ. ആരാടാ നിന്റെ ചെറ്റ? പിന്നെന്താടാ നിന്നെ വേറെ വിളിക്കേണ്ടത്? ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത പ്രസന്റേഷൻ നീ എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ചത്? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നീ തട്ടിയെടുത്തോണ്ട് പോയി ആളാവുന്നോ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിഥുൻ? ഇതെപ്പോഴാ നിന്റെ പ്രസന്റേഷൻ ആയത്? നീ ഞങ്ങളുടെ പ്രസന്റേഷൻ അടിച്ചു മാറ്റിയത് തന്നെയാ. സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ചങ്കർപ്പ് പോലും നിനക്കില്ലാണ്ടായോ? നീ വലിയ അന്തസ്സുള്ളവനാണെങ്കിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെട്ടൊരു പ്രസന്റേഷൻ ഉണ്ടാക്കണമായിരുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ. ബിസിനസ് ഈസ് എ ഗെയിം. ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അവിടെ കാലുവാരലും കുതികാല് വിട്ടും ഒക്കെ ഉണ്ടാവും. കബഡി കളി നിനക്ക് വശമുണ്ടോന്നറിയില്ല. ഒരാള് കാലുവാരാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഊരണമെന്ന് നീ ചിന്തിക്കണം. ഇതും അതുപോലൊക്കെ തന്നെയാടാ. എന്റെ പ്രസന്റേഷൻ നല്ലതാണെന്ന് തോന്നിയെങ്കിൽ അതിന് കടത്തിവെട്ടുന്ന ഒരു പ്രസന്റേഷൻ നീ അവതരിപ്പിക്ക്. അന്തസ്സായിട്ടൊരു ബെറ്റർ പ്ലാനിങ് കൊണ്ടു കൊടുക്ക്. അതല്ലാതെ മോഷ്ടിച്ചു, കോപ്പി അടിച്ചു, ചീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ അതിബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മറ്റൊരാളുടെ കഷ്ടപ്പാടിന്റെ ബലം സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് നീ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നോ? അത് പിന്നെ മിസ്സിസ് മേഘനന്ദൻ, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മഹാസമുദ്ര. അതിലൊരാളുടെ സങ്കല്പം മറ്റൊരാൾക്കുണ്ടാവാൻ പാടില്ല എന്നുണ്ടോ? ഇതുപോലത്തെ പല സംഭവങ്ങളും സിനിമാ മേഖലയിൽ നമ്മൾ കാണാറില്ലേ? ചെറിയൊരു സാമ്യം തോന്നിയ ഉടനെ പറയും കോപ്പി അടിച്ചു, വിയർപ്പും ചോരയും ഊറ്റി കുടിച്ചു. ഇതൊക്കെ വിട്ട് അടുത്തത് എന്താ ചെയ്യുന്ന ആലോചിക്കും. നിങ്ങൾക്ക് അത്രയ്ക്ക് കഴിവുണ്ടെങ്കിൽ വേണേൽ നല്ലൊരു പ്രസന്റേഷൻ കൊടുത്തിട്ട് ക്ലയൻസിനെ വണ്ടടിപ്പിക്കാൻ നോക്ക്. ഇങ്ങനെ എന്റെ പുറകെ നടന്ന് വെറുതെ സമയം കളഞ്ഞിട്ട് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. പരാജയത്തിന്റെ കയ്പുനീരിന്റെ രുചി എങ്ങനെയുണ്ട് മിഥുൻ? ഒരു വീരശൂര പരാക്രമിക്ക് യുദ്ധഭൂമിയിൽ വാളും നഷ്ടപ്പെട്ട് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നുണ്ടോ നിനക്ക്? ധൈര്യമായിരിക്കും മിഥുൻ. ഇടയ്ക്കിങ്ങനെ ഓരോ തോൽവിയുടെ കയ്പുനീര് രുചിക്കുന്നത് രസമല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ഫെയിലിയർ. അർഹതയില്ലാത്തവരെ സപ്രപഞ്ചത്തിൽ പിടിച്ചിരുത്തിയ ഇതും ഇതിനപ്പുറം സംഭവിക്കും. What do you mean, Manjari? ഈ പ്രൊജക്ടിന്റെ വില എന്താണെന്ന് അറിയായിരുന്നെങ്കിൽ മേഘന ഒരിക്കലും ഇത്ര വലിയ അശ്രദ്ധ കാണിക്കില്ലായിരുന്നു. കാലാകാലങ്ങളായി നമ്മൾ മാത്രം കണ്ടു ശീലിച്ച ആൾക്കാര് ലോകം ഇത്. അതൊന്നും ഇവക്കറിയില്ല. അറിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഡിത്തവിള് കാണിക്കില്ലായിരുന്നല്ലോ. ആര് വിഡിത്തം കാണിച്ചോന്നാ മഞ്ജരി? ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടാ?
പിന്നെ ആരെന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? ഈ പ്രോജക്റ്റിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയം തൊട്ട് ഓരോ കാര്യത്തിലും നീയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട ഫയല് പോലും നിന്റെ കൈവശമായിരുന്നു. അപ്പൊ അതിനിടയ്ക്കൂടെ ഇതിനെ വേറൊരാൾ കോപ്പി ചെയ്തു എന്നൊക്കെ പറഞ്ഞ അത് നിന്റെ കെയർലെസ് മാത്രമല്ലേ? ഒരിക്കലും അല്ല മഞ്ജരി. ഫയൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ ആ ഫയൽ ഞാൻ അത്രയ്ക്കും കെയർഫുൾ ആയിട്ടാ സൂക്ഷിച്ചിരുന്നത്. ഇനി ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം മേഘനെ? അന്ന് ഈ ഫയലും ഈ പ്രൊജക്റ്റും മിഥുൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് പെടഞ്ഞതാ. നിനക്ക് ഇത്രയും വലിയ ഭാരമൊന്നും താങ്ങാൻ പറ്റില്ലെന്നും ഇതൊരു കുട്ടിക്കളിയല്ലെന്നും ഞാൻ അവരോട് പലതവണ സൂചിപ്പിച്ചതാ. അവസാനം പേടിച്ച പോലെ നടന്നു. എത്ര വലിയ റെസ്പോൺസിബിലിറ്റിയാ നീ നശിപ്പിച്ചു കളഞ്ഞത്. എന്നിട്ടിപ്പോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ട് ആ പ്രവീൺ മാധവൻ ഞെളിഞ്ഞു നിൽക്കുന്നു. നിന്നെ ഇനി എന്തു പറഞ്ഞിട്ട കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും പറയില്ലമ്മേ. ഞാനെല്ലാം കെയർഫുൾ ആയിട്ടാ കൈകാര്യം ചെയ്തേ. എന്നിട്ട് ഇതെങ്ങനെ അയാളുടെ കയ്യിലെത്തിയെന്ന് എനിക്ക് പോലും പിടികിട്ടുന്നില്ലമ്മേ. ഇനി നീ ഇവിടെ നിന്ന് എന്റെ അടുത്ത് ന്യായീകരിച്ചിട്ട് എന്ത് കാര്യം മേഘനെ? എത്രയോ കാലമായിട്ട് കാത്തിരുന്ന പ്രൊജക്റ്റ് ആയിരുന്നു. എന്നിട്ടിപ്പോ എല്ലാവരുടെയും കഷ്ടപ്പാട് വെള്ളത്തിലായില്ലേ? ഇന്ന് വരെ ഇങ്ങനെ ഒരു നാണക്കേട് നമ്മുടെ കമ്പനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക ആന്റി. എന്നാലെങ്കിലും ആ ബുദ്ധി തെളിയോ നോക്കട്ടെ. അതല്ല, ഇവളെ പോലുള്ളൊരു വിവരദോഷിയുടെ കയ്യിലോട്ട് എങ്ങനാ മിഥുൻ ഇത്രയും വലിയൊരു സീരിയസ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചു കൊടുത്തേന്നാ എനിക്ക് മനസ്സിലാവാത്തെ. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. ഇനി ചിന്തിച്ച് തലപോക്കാൻ എന്തോ ഉള്ളത്? നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്ന് കേറിപ്പോ തൊട്ട് ഈ പ്രൊജക്ട് നമുക്കല്ലാതെ മറ്റാർക്കും കിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനേക്കാൾ നല്ലൊരു പ്രസന്റേഷൻ അവതരിപ്പിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അതും ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് പുതിയ പ്രസന്റേഷൻ കൊടുത്താലും ഈ പ്രൊജക്ട് നമ്മുടെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല മിഥുൻ. ഇനി ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. വെറുതെ നാണം കെടാന്ന് മാത്രം. തൽക്കാലം പോവാം മിഥുൻ. അങ്ങനെ പറയല്ലമ്മേ. ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് അത്രയ്ക്ക് നിസ്സാരമായിട്ട് നമ്മൾ ഈ പ്രൊജക്ട് വേണ്ടെന്ന് വെക്കണോ? അല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. കയ്യിലിരുന്ന ആയുധം ശത്രുവിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് യുദ്ധക്കളത്തിൽ വെറുതെ പിടിച്ചു നിൽക്കാനാവോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അവസാന ശ്രമമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാ നമ്മളോളം വലിയൊരായുധം മറ്റൊന്നില്ലമ്മേ. എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നമ്മുടെ റൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. അത് കളഞ്ഞിട്ട് ഇവിടെ നൊളിച്ചോടാൻ ശ്രമിച്ച അതല്ലേ ഏറ്റവും വലിയ നാണക്കേട്. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കാമേ. മിഥുനേട്ടാ, ചാരു, വിവേക്, നീ എന്താ പെട്ടെന്ന് ഇവിടെ? അല്ലെങ്കിൽ നീ ഇതിനെ ഇങ്ങോട്ട് വന്നേ? നീ എന്നോടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. അതാ നേരിട്ട് കണ്ടിട്ടെങ്കിലും രണ്ടു വാക്ക് സംസാരിച്ചു പോകാന്ന് കരുതി. അയ്യോ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാ. അപ്പുറത്ത് ചെറിയമ്മ ശാലിനിയുണ്ട്. അവരെങ്ങനെ നമ്മളെ ഇങ്ങനെ കണ്ട പിന്നെ അത് മതി. ചെറിയമ്മയ്ക്ക് ലഡ്ഡു പൊട്ടുന്ന സന്തോഷമായിരിക്കും. അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ. ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല.
ഇനി എന്റെ മോൾക്ക് ചാൻസ് ഇല്ലെന്ന് അവരും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ. തമ്മിൽ ഇഷ്ടത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോവാണെന്നും നീ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ വിവേക്? ഇത് എന്റെ മനസ്സിൽ മാത്രം കാര്യമല്ല, നിന്റെ മനസ്സിലും അത് തന്നെയാണെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിൽ ഒരു 100,000 കാര്യങ്ങളുണ്ടാവും. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അന്ന് വീട്ടിൽ വെച്ച് എന്റെ അമ്മ പറഞ്ഞതൊക്കെ മനസ്സിലിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അത് മറച്ചു വെച്ചിട്ട് നിന്റെ മനസ്സിൽ സ്നേഹം ഇല്ലാന്ന് മാത്രം എന്നോട് കള്ളം പറയരുത്. എന്നാലേ ചാരു, നമ്മുടെ ഈ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയട്ടെ. പിന്നെയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്നേ. എന്നാലും നിന്നെ മാറ്റി നിർത്തി ഞാൻ മറ്റൊരാളെ ഈ ജന്മത്തിൽ കല്യാണം കഴിക്കില്ല. വിവേക്, നീയും ഞാനും തമ്മിൽ ഒരു പ്രേമവുമില്ല. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കില്ല. നീ എന്താ ചാരു ഇങ്ങനെ? എന്തിനാ നീ എന്നെ ഇങ്ങനെ തള്ളിക്കളയുന്നേ? എന്തിനാന്ന് ചോദിച്ചാ നിങ്ങളുടെ വീട്ടിലെ മരുമകളായി കയറി വന്ന് എന്റെ മേഘനേച്ചി അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട്. ചേച്ചിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടോ? എല്ലാവരും ഒരു പുഴുവിനെ പോലെ എന്റെ ചേച്ചിയോട് പെരുമാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. രാവണക്കോട്ട പോലത്തെ വീട്ടില് എന്റെ ചേച്ചി മഹാറാണിയായിട്ടല്ല കഴിയുന്നത്, ദാസിയെക്കാളും ഗതികെട്ടാ ജീവിക്കുന്നത്. ഒരു ജീവചവം പോലെ എന്റെ ചേച്ചി ജീവിതം മുന്നോട്ട് നയിക്കുന്നേ. അങ്ങനെ ഒരു ഗതികേട് ഞാനായിട്ട് എന്റെ ജീവിതത്തിൽ കയറ്റി വെക്കുന്നില്ല. അറിഞ്ഞോണ്ട് ആലച്ചാരുടെ മുമ്പിൽ തലവെച്ചു കൊടുക്കാൻ ചേച്ചിയെ പോലെ അത്ര വലിയ വിശാല മനസ്കതയൊന്നും എനിക്കില്ല വിവേക്. ചാരു, ഒന്നുകൂടെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മനസ്സ് മുഴുവൻ ഞാനുള്ളപ്പോ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ വാശി ജയിക്കാൻ പിടിച്ചു നിന്നിട്ട് നാളെ ഒരു നാൾ പ്രാണൻ പോകുന്ന വേദനയെ നീ അനുഭവിക്കേണ്ടി വരിക എന്നുള്ള കാര്യം ഓർത്തോ? നിന്നെ കല്യാണം കഴിച്ചാലും അതിനേക്കാൾ വലിയൊരു ജീവിതം കിട്ടുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയല്ല ചാരു. ദയവ് ഇത് ഇവിടെ നിന്ന് പോയി തരുന്നുണ്ടോ വിവേക്? എന്റെ ചെറിയമ്മ കണ്ട പിന്നെ അത് മതി. എന്റെ കൈ കൂപ്പി അപേക്ഷിക്കാം, ദയവ് ഇതൊന്ന് പോയി താ. ഇവിടുന്ന് പോ വിവേക്. എന്നോട് പൊറുക്കണം വിവേക്. ഇപ്പൊ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞില്ലാണ്ടായി നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായ നാളെ മനസാക്ഷിയുള്ള കുറെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോവും. വെൽക്കം ബാക്ക്. പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ GVK കമ്പനിയെ ക്ഷണിക്കുകയാണ്. മിഥുൻ, മേഘന ഇവിടെ പോയതാ? ഞാനും കുറെ നേരം അവളെ കണ്ടിട്ട് പോകും. അവസാന നിമിഷം കയറി വന്നിട്ട് എന്ത് മലമറിക്കാൻ അവള്? മാസങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസന്റേഷൻ എല്ലാവരും അവതരിപ്പിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അനുഭവം ഉള്ളവരാ ഇവിടെയുള്ള സകല കമ്പനിക്കാരും. അവരെ എല്ലാവരും കടത്തി വെട്ടി തോൽപ്പിക്കാനായിട്ട് വല്ല ദിവ്യമായ പ്രസന്റേഷനാണോ മേഘന ഉണ്ടാക്കാൻ പോയേക്കുന്നത്? നമ്മളിവിടെ നാണം കെടാവുന്ന മാത്രമേ ഉള്ളൂ. മഞ്ജരി, എന്താ അവളുടെ പ്ലാൻ എന്നൊന്നും എനിക്കറിയില്ല. മാത്രമല്ല ഈ അവസാന നിമിഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല മിഥുൻ കാര്യങ്ങള്. പ്ലീസ്.